അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അടുത്ത വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ വേറെ കാര്യം പറയാം. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ പെരുന്നാളും കാര്യങ്ങളും ഒന്നും കാണിച്ചിട്ടില്ല. പെരുന്നാളിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ചെറിയ ഷോർട്സ് ആയിട്ട് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന 1-2 വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ആക്കേണ്ട എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ പെരുന്നാളും തിരക്കും ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാരണം ഒരു 1 വീക്കോളം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ട്രബിളൊക്കെ ഉണ്ട്, സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ദുബായ് മാക്സി കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പെരുന്നാൾക്ക് മാക്സി ഒക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഒന്ന് കണ്ടോക്കി, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളെ പെരുന്നാൾ എന്നൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ട് പെരുന്നാളൊക്കെ റാഹത്തായി എങ്ങനെയുണ്ട്, നിങ്ങൾ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കിയതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതന്നെ ഫസ്റ്റ് വിയർ ചെയ്യാനുള്ള റീസൺ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്രിൻ്റാണ്. ഇത് ഞാൻ സൈസ് ചൂസ് ചെയ്തത് ലാർജാണ്. എനിക്ക് ഭയങ്കര ലൂസാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ലാർജ് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രിന്റിനോട് എനിക്ക് പ്രത്യേക ഇഷ്ടം കാരണമാണ് ഫസ്റ്റ് തന്നെ ഇത് വിയർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും ഞാൻ എടുത്ത് പറയേണ്ടതില്ല, കാരണം ഞാൻ ഓരോ വീഡിയോസിലും ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോസിലും ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി എടുത്തെടുത്തെടുത്ത് പറയണതിനാണ്. അടിപൊളിയാണ്. പിന്നെ ഇതുമല്ല വന്നിട്ടുള്ളത് ഒരു ലേസ് ഡിറ്റൈലിംഗ് ആണ് നെക്കിൽ, പിന്നെ ത്രൂ ഔട്ട് ദ ബോഡി, പിന്നെ ഈ സ്ലീവെൻഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഹാഫ് സ്ലീവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സെയിം പ്രിന്റ് ഫുൾ സ്ലീവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഇവരെ കളക്ഷൻസിൽ ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട സൈസിൽ അഡ്ജസ്റ്റ് ആക്കിയതൊക്കെ മതി. അപ്പോൾ ഇതൊരു ഭയങ്കര പ്രിറ്റി പ്രിന്റാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതാ ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇനി എനിക്ക് ട്വിന്നിങ് ആയിട്ടുള്ള വേറെ ആളെ കാണിച്ചു തരാം. എപ്പോഴൊന്നും കാണിച്ചു വെക്കാൻ പറ്റൂല. ഹായ് പറയ്. ഹായ്. എല്ലാരും മാമു കഴിച്ചോ ചോദിച്ചോക്ക്. മാമു ചോദിച്ചോക്ക്. മാമു ചോദിക്കില്ലായി. മാമു ചോദിക്ക്. ഓക്കെ, ഡയറക്റ്റ് ഫുഡ് കഴിച്ചിട്ട് വരികയാണ്, അതാണ് ഈ കോലം. ഓക്കെ, മതിലേ? സ്റ്റോപ്പ് ആക്കിയാലോ? ടാറ്റ കൊടുക്ക്. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് മീഡിയം സൈസ് വരുന്നത്, പക്ഷെ നല്ല സൈസ് വരുന്ന ഐറ്റം. ലായാണ് എല്ലാവരും ശരി. ഓക്കെ ലായി, ഇവിടെ ഇരിക്കലായി. മമ്മ വീഡിയോ ചെയ്യട്ടെ. ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ ഇതാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒന്നും സെപ്പറേറ്റ് ആവശ്യമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ 2 ലേസ് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഒരുമിച്ചൊരു ബാക്ക് സൈഡാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പേഴ്സണലി കണ്ടിട്ട് തന്നെ ഫസ്റ്റ് മാറ്റി വെച്ചതിൽ ഒന്നാണ് ഇത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ബാക്ക്, വേറൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു യോക്ക് പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ട്, പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരുമിച്ചെടുത്ത് ലേസ് ഡിറ്റൈലിംഗ് ഒന്നുമില്ല. ഇവിടെ നിന്നിട്ട് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ഇത് ഹാഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ബ്ലൂ യെല്ലോ ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കാണാൻ, ഭയങ്കര അടിപൊളി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം. പെരുന്നാൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇത് ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം, പക്ഷെ നല്ല സൈസ് വരുന്നൊരു മാക്സിയാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫുൾ സ്ലീവ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവും. അങ്ങനെ കോമൺ ആയിട്ടില്ലാത്തൊരു കളറ്, കുറച്ച് അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് എങ്ങനെ വന്നിട്ടുള്ളത് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ നെക്കിലായിട്ട് ഒരു ഇലാസ്റ്റിക്കും ഇവിടെ ഒരു ബോയും വന്നിട്ടുണ്ട്. അതുപോലെ ഈ സ്ലീവെൻറ്റിലും എലാസ്റ്റിക്, അത് മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി മാക്സിയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഓരോ പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ പാറ്റേണിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ ഇഷ്ടപ്പെട്ടത് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് മാക്സി എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിൽ പറഞ്ഞ ഫസ്റ്റ് പ്രിൻ്റ് ആക്കണം ഇത്. എല്ലാവരും എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്, പക്ഷെ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാക്കിരും. എനിക്കത് ഭയങ്കര പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാനൊന്ന് കാണിക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ്. ബ്ലാക്കിൽ ഇങ്ങനെ എന്തൊക്കെയോ കളേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ക്യാമറ മൂവ് ചെയ്ത് തരാനൊക്കെ ഇവിടെ അടിയൊരാളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാനും ആളുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി ഇത് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ ഇനി എല്ലാവരും ഇതിൽ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല കമൻറ്റ് ചെയ്യണം, എനിക്ക് ഏതാ സ്യൂട്ട് ആവണമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇത് പറഞ്ഞിട്ടുണ്ട് കോമൺ പ്രിൻ്റാണ്. ആനിമൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു ലെപ്പർഡ് പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ലേസാണ് വരുന്നത്. സ്ലീവിൻ്റെ ലേസാണ് വരുന്നത്. പിന്നെ ഇത് ഫുൾ സ്ലീവാണ് വരുന്നത്. അപ്പം നമുക്ക് ഇത്ര കയ്യിലുണ്ടതാണ് ഇത്ര വെച്ച് കട്ട് ചെയ്യുക, ഇത്ര കയ്യിലുണ്ടതാണ് ഇത്ര വെച്ച് കട്ട് ചെയ്യുക. ഇനി ഫുൾ സ്ലീവ് വേണ്ടത് ഇങ്ങനെ ഇട്ടാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി പ്രിൻ്റാണ്. നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ ടോപ്പൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ലെപ്പർഡ് പ്രിൻ്റൊക്കെ എടുക്കുമല്ലോ, ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു മാക്സിയാണ്. അപ്പോൾ അതൊക്കെ ബ്ലാക്ക് ഷോളൊക്കെ ഇട്ടാൽ അടിപൊളി വരും. അപ്പോൾ നെക്സ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ആണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു യോക്ക് വന്നിട്ട് ഇവിടെ ത്രൂ ഔട്ട് ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ട് ഫീഡിങ് ഫ്രണ്ടിലാണ്, പിന്നെ ഹാഫ് സ്ലീവിലാണ് വരുന്നത് എന്ന് പറഞ്ഞ ആ ഒരു പാറ്റേൺ ആണ്. അതിലൊരു ഡിഫറെൻറ്റ് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നേരത്തെ ഒരാൾ ഇവിടെ ഡയപ്പറൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ പിടിച്ച് പുറത്താക്കിയിട്ടുള്ള കരച്ചിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു കുഞ്ഞു കുട്ടിയിലെ ഒരു ഉമ്മക്ക് വീഡിയോ എടുക്കുക. നിങ്ങളെല്ലാവരും അതൊക്കെ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. കാരണം കുറേ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം നിങ്ങളെ കാട്ടി കൊതിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ്. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. പിന്നെ അതല്ല, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സി കമൻറ്റ് ചെയ്യുക, നിങ്ങളെ പെരുന്നാൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ലായി പറയുന്ന സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട മാക്സീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്ലാൻ ഉണ്ട്, ഗിവ് അവേ ആയിട്ട് കുറച്ച് മാക്സീസൊക്കെ കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയനാണ് എന്താണെന്ന് അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളെ പെരുന്നാളും നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് എടുത്തിട്ടുണ്ട്, നടക്കുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാം.